ഗൗതമിന്റെ തലയിൽ വച്ചു കൊടുത്തത് അല്ലേ ആന്റി? അതെ പ്രണവേ, എന്നേക്കുമായി ഗൗതം ഇല്ലാതാകണം. അല്ലെങ്കിൽ ഒരു പാവമായി നിന്നെ എന്തൊക്കെ നേടിയെടുത്താലും അവൻ ജീവിക്കാൻ അനുവദിക്കില്ല. നിന്നെ പിടിച്ചുകൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ. പ്രണവിനെ എന്നെ പോലും അറിയിക്കാതെ നമുക്ക് വേണ്ടി ആന്റി അങ്കിളും കാണിച്ചൊരു കളിയായിരുന്നു അത്. ഇല്ല ശിവാനി, എനിക്കിതൊക്കെ ഒരു നാടകമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആന്റി അങ്കിളുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തെങ്കിൽ ആ ഗുണ്ടകൾ എന്തിനാ ഒരു മയമില്ലാതെ എന്നെ മർദ്ദിച്ചത്, കെട്ടിയിട്ടത്, ഭക്ഷണം പോലും തരാതെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചത്? അല്ലെങ്കിൽ തന്നെ ചെയ്യുന്നതിന് മുന്നേ എന്റെ അടുത്ത് പറയായിരുന്നല്ലോ. ഇല്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് പോവാ ശിവാനി, അതാ നല്ലത്. നീ വാ. പ്രണവ് നിക്ക്. ഇല്ല, നിന്റെ അടുത്ത് വരാനല്ലേ പറഞ്ഞത്. വാ. ഈ വീട്ടിൽ പ്രണവേ വലിയ അഭിമാനി ആയതുകൊണ്ട് എന്റെ കൈയും പിടിച്ച് പോവാന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് അത് പറ. പ്രണവിന് സ്വന്തം എന്ന് പറയാൻ കേറി കിടക്കാൻ ഒരിടമുണ്ടോ? ഒരു ചെറ്റ കുടിലെങ്കിലും ഉണ്ടോ? പോട്ടെ, എവിടെയെങ്കിലും വെയിലും മഴയോ ഏൽക്കാത്ത ഒരു ഒറ്റ മുറിയെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്നോട് കൂടെ വരാൻ പറഞ്ഞല്ലോ. എങ്ങോട്ടാ പ്രണവ് എന്നെ കൊണ്ടുപോകുന്നത്? ഈശ്വരമംഗലത്തേക്കോ? എന്നെ അതിന്റെ പടി ചവിട്ടാൻ അവരെ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തെറ്റ് പറ്റിപ്പോയി നേറ്റ് പറഞ്ഞ് ഗൗതമിന്റെയും നിധിയുടെയും കാല് പിടിച്ച പ്രണവിനകത്ത് കയറാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാനോ? എന്റെ ഗതി എന്താവും? നീ ഇല്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ കേറുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ആയിക്കോട്ടെ, ഇനിയിപ്പൊ എനിക്കും ഈശ്വരമംഗലത്തേക്ക് കയറാൻ അനുവാദം തന്നു തന്നെ വെച്ചോ. എന്നിട്ടോ അത് കഴിഞ്ഞ് എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടത്തെ ഒരു തരി മണ്ണിനെങ്കിലും അവകാശം അവര് പ്രണവിന് എഴുതി തരുമെന്ന് തോന്നുന്നുണ്ടോ? അംഗവും കുറിച്ച് ഇറങ്ങിയിട്ട് തോറ്റു തുന്നം പാടി ചെല്ലുന്നവനും അവന്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന വില എന്താ? അർഹമായ അവജ്ഞയുടെ രൂപത്തില് അത് ആവോളം വിളമ്പി വെച്ചിട്ടുണ്ടാവും അവിടെ. പ്രണവിന് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് പ്യൂണിന് തുല്യമായ ഒരു പണി ദാനമായി കയ്യിലങ്ങ് വെച്ചു തരും. പഴയതുപോലെ തന്നെ ഗൗതമിന്റെ പെട്ടി ചുമക്കല് ദാസപ്പണി. എനിക്കാണെങ്കിലോ ഈശ്വരമംഗലത്തെ അടുക്കളക്കാരുടെ വേഷവും പാചകവും പാത്രം കഴുകലും. എടുക്കുന്ന പണിക്ക് തുല്യമായ വേതനം ഒറ്റയ്ക്ക് വിളമ്പ് പോലെ 3 നേരം ഭക്ഷണമായിട്ട് കഴിക്കാം. അതല്ലാതെ എന്ത് പരിഗണനയാ നമുക്ക് ഈശ്വരമംഗലത്ത് കിട്ടാൻ പോകുന്നേ? എന്ന് കരുതി നമ്മളെ ചതിച്ച് ഇവരുടെ കൂടെ നിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എന്ത് ചതി ചെയ്തെന്ന പ്രണവി പറയുന്നേ? പ്രണവിന്റെ ജീവൻ തന്നെ രക്ഷിച്ചതാണോ ഈ ചതി? എല്ലാ അധികാരത്തോടെ ഈശ്വരമംഗലത്തിന്റെ തലപ്പത്ത് എത്തിക്കാൻ നോക്കിയതാണോ ചതി? പറയ പ്രണവേ. പ്രണവിന്റെ എന്റെ വീടുകളിൽ നിന്നൊക്കെ അടിച്ച് പുറത്തു കളഞ്ഞ് പോകാൻ ഒരിടമില്ലാതെ, ഹോട്ടലില് റൂം എടുക്കാൻ പോലും പൈസ ഇല്ലാതെ, എങ്ങോട്ട് പോണോന്ന് പോലും അറിയാതെ തെരുവിൽ നിൽക്കുമ്പോ നമ്മള് കൂട്ടിക്കൊണ്ട് വന്ന് കിടക്കാൻ ഒരു ഇടം തന്നതാണോ ചെയ്ത ചതി? സ്വന്തം മക്കളെ പോലെ ആഹാരവും വസ്ത്രവും സ്നേഹവും തന്ന് കൂടെ നിർത്തിയതാണോ പ്രണവ് ഇവര് ചെയ്ത ചതി? ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് വേണ്ടിയാ CKC ഞങ്ങൾ ജയിലിൽ പോയിരിക്കുന്നത്. അത് ചതിയെന്നാണോ പ്രണവ് പറയുന്നത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം പ്രണവിന് ഇല്ലാത്തതെന്താ? പലതവണ ഞാൻ CKCയോട് പറഞ്ഞതാ വേണ്ടാന്ന്. കേട്ടില്ല. ശിവാനി എന്റെ മോളാണ്, പ്രണവ് എന്റെ മോനാണെന്നും പറഞ്ഞ് ഓരോന്നിനും ഇറങ്ങി തിരിച്ചു. ആ മനുഷ്യന്റെ പേരിൽ ഇന്ന് വരെ ഒരു കുറ്റവും ചുമത്തി ഒരു പോലീസും പിടിച്ചോണ്ട് പോയിട്ടില്ല. ഒരു ദിവസം പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ എന്റെ CKC ജയിലിലേക്കാ പോയിരിക്കുന്നെ, അതറിയോ? ഈ അവസ്ഥയില് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ വിട്ടിട്ട് പോവാം. ഞാൻ ഒറ്റയ്ക്കായി പോവായിരിക്കും.
അത്രയല്ലേ ഉള്ളൂ. വേണം, ഇത് തന്നെ വേണം. വേണ്ടാത്ത പണിക്കൊക്കെ ഇറങ്ങി തിരിച്ചവർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. JKC വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോഴും ഞാൻ പതറാതെ കൂടെ നിന്നത് എന്റെ ധൈര്യത്തിന് എന്റെ കുട്ടികൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയ. ഇപ്പോ നിങ്ങളും എന്നെ കൈവിടുന്നു. എല്ലാം തെറ്റായിപ്പോയി. മാപ്പ് പ്രണവേ, മാപ്പ്. സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളോട് നീ മാപ്പാക്കണം മോനെ. ആന്റി, കരയാതിരിക്കെ. എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. എന്നെ തനിച്ചാക്കി പോലെടാ മോനെ. ഇല്ല, പോവില്ല. ഒരുപാട് നന്ദിയുണ്ടടാ മോനെ. നീ ഞങ്ങളുടെ മോനാ, ഞങ്ങളുടെ മോനാടാ നീ. അപ്പൊ നിങ്ങൾ ഇങ്ങ് എത്താറായല്ലോ മോളെ. ഒരു കുഴപ്പമില്ല, വേഗം ഇങ്ങ് പോന്നു. നിങ്ങളെ സ്വീകരിക്കാനായിട്ടേ ഞാനിവിടെ ആരതി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ മോളെ, വേഗം വാ. ആരതിയൊക്കെ റെഡിയാക്കി ആരെ എഴുന്നള്ളിക്കാനായി പോകുന്നത്? അതെ, ആരതി ഒഴിഞ്ഞേ ദൃഷ്ടിദോഷം കളഞ്ഞ് ഞാൻ എന്റെ മോനെയും മരുമോളെയും സ്വീകരിക്കാൻ വേണ്ടി പോവാ. എന്താ, നീ വരുന്നോ? പറയുന്നത് കേട്ടാ തോന്നും രണ്ടെണ്ണവും കൂടി ഏതോ മലമറിക്കാൻ പോയിട്ട് വരികയാണ്. എന്ത് ചെയ്തിട്ടാണാവോ ഈ ആർഭാടമൊക്കെ? നിനക്കേ അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അവരിപ്പോ ചെയ്തിട്ട് വരുന്ന കാര്യം വെച്ച് നോക്കിയാലേ ഈ ആരതിയൊന്നും ഒരു ആർഭാടവേ അല്ല. പകലായി പോയി. അല്ലായിരുന്നെങ്കിലേ കുറച്ചു പടക്കവും കമ്പിത്തിരിയും മത്താപ്പൊക്കെ വാങ്ങിച്ച് ഞാൻ അവരുടെ ഈ വരവിനെ ഒരു വമ്പൻ ആഘോഷമാക്കി മാറ്റിയെന്നെ. ദേ അവര് വന്നു. നീയും വരുന്നെങ്കി വാ, ഒരു നല്ല ചടങ്ങ് കാണാം. വാ.